ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്ക്. സോ ഫ്രഷ് ആയിട്ട് പി എസ് സി സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരാൾക്കും ഉള്ളൊരു ഡൗട്ടാണ്, പി എസ് സി കോച്ചിങ്ങിന് പോകണോ അതോ സെൽഫ് സ്റ്റഡി ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കണം എന്നുള്ളത് അല്ലേ. ഇന്ന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം കോച്ചിങ്ങിന് പോയിട്ട് പിന്നെ സെൽഫ് സ്റ്റഡി ആയിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇനി വരാൻ പോകുന്ന VFA അതേപോലെ കമ്പനി ബോർഡ് LGS അങ്ങനത്തെ കുറേ എക്സാംസ് നമുക്ക് വരാനുണ്ട്, നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് സെൽഫ് സ്റ്റഡി ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കണോ അതോ ഓൺലൈനായിട്ട് കോച്ചിങ് ചെയ്യണോ അതോ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകണോ എന്നുള്ളതൊക്കെ. അപ്പം ഇന്നത്തെ നമുക്ക് വീഡിയോ അതായിരിക്കും ടോപ്പിക്ക്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു 2022 ഇയർ ലാസ്റ്റ് ഒക്കെ ആയിട്ടാണ് ഞാൻ PSC കോച്ചിങ്ങിന് പോകാൻ തുടങ്ങിയത്. PSCയുടെ ഒരു ബേസും അറിയില്ല പറഞ്ഞാൽ ഒന്നും അറിയില്ല. എവിടെയും ബുക്ക് വായിക്കില്ല, അധികം GK ഒന്നും അറിയാത്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ PSCക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി ചേർന്നു. എന്നെ ആദ്യം അവിടുത്തെ 3 ബാച്ചായിരുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബാച്ചിലായിരുന്നു എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് കുറേ ചേച്ചിമാരായിരുന്നു. എൻ്റെ പ്രായത്തിലുള്ള അങ്ങനെ പിള്ളേരുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ പോയിട്ട് പഠിക്കുന്ന സമയത്ത് അവർ ഡെയിലി എക്സാം വെക്കും. എക്സാം മീൻസ് നമ്മുടെ എടുത്ത പോർഷൻസും അതുപോലെ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫേഴ്സ് 3 പേജ് അല്ലെങ്കിൽ 2 പേജ്, പിന്നെ റാങ്ക് ഫയലിലെ ഒരു 5 പേജ്, പിന്നെ 3 ക്ലാസ്, അതായത് കഴിഞ്ഞ 3 ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും, അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് എക്സാം വെക്കും. അത് നമ്മൾ പഠിച്ചിട്ട് വേണം പിറ്റത്തെ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇത് പോയ ഉടനെ തന്നെ ഇവരെല്ലാ ദിവസവും ഇങ്ങനെ തരുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയുമായിരിക്കും, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവരോടൊപ്പം എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നും അറിയില്ല, ബേസും എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടാണ് ബേസൊക്കെ പഠിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അവസ്ഥയുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പോയ ഉടനെ തന്നെ ഇത്രയും പോർഷൻസ് തീർക്കണം, അല്ലെങ്കിൽ അവർ പറയണ അവർക്കൊരു സത്യം പറഞ്ഞാൽ നല്ലതാണ്, പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യണം. അത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ അവരുടെ ഒപ്പം ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടൊരു ജോലി കിട്ടും. പക്ഷേ വന്ന് കയറി അത് PSCക്ക് കാലെടുത്ത് വെക്കുന്ന ഒരാൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ മെല്ലെ 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 പഠിക്കാൻ അവർക്ക് പറ്റുള്ളൂ. ഏതൊരാൾക്കും അങ്ങനെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് എന്തോ അവരുടെ ഒപ്പം എത്താൻ പറ്റിയില്ല. ഞാൻ പിന്നെ പറഞ്ഞു, എനിക്ക് പോർഷൻസ് ഒന്നും എത്താൻ പറ്റണില്ല, പഠിക്കാൻ പറ്റണുണ്ടായില്ല. അവിടുന്ന് രാവിലെ തൊട്ട് ആദ്യം ഉച്ചവരെ ഇരുന്നു, പിന്നെ വൈകുന്നേരം വരെ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരണം, അത് പഠിക്കണം, പിന്നെയും പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് പോകണം, അവിടുന്ന് എക്സാം കാര്യങ്ങൾ എല്ലാം കൂടെ എനിക്ക് ഫുള്ള് പെൻഡിങ് ആയിരുന്നു. എക്സാംസിൽ മാർക്ക് കുറയും. പിന്നെ അവിടുത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് സാറ് വന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആള് വരും. ആള് വന്നിട്ട് ഫുള്ള് നമ്മളെ ചീത്ത പറയും. അത് പോസിറ്റീവാണ്, സാറ് മോട്ടിവേഷൻ തരികയാണ്. പക്ഷെ ചീത്ത കേൾക്കുമ്പോൾ നല്ലോണം ചീത്ത പറയും. സത്യം പറഞ്ഞാൽ തെറിയൊക്കെ വിളിക്കും. അപ്പൊ അങ്ങനെയായിരുന്നു. പക്ഷെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഇനി എന്താ പറയാ, ഗൂസ്ബംസ് ഒക്കെ വരും സാറിന്റെ സംസാരം കേൾക്കുമ്പോൾ. സാറൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. സാറ് അങ്ങനെ റിസൈൻ ചെയ്തിട്ട് പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അങ്ങനെയായിരുന്നു. സാറിന്റെ വൈഫ് ഗവൺമെന്റ് ജോലിയാണ്. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ആ സാറിന്റെ സ്റ്റോറി പറയും, പിന്നെ നമ്മൾ ചീത്ത പറയും, നമ്മുടെ മാർക്ക് ചോദിക്കും, എല്ലാവരും മുമ്പിൽ വെച്ച് കളിയാക്കും, ഒക്കെ ചെയ്യും. അല്ല, തെറ്റി കഴിഞ്ഞാൽ ഒരെണ്ണം 100 വട്ടം എഴുതണം. ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഫസ്റ്റ് ഓഫ് ഓൾ PSC കോച്ചിങ്ങിന് പോയി പഠിക്കണതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ ക്ലാസ് മാത്രമല്ല, അവിടെ ഇരിക്കണ കുറേ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അവരുടെ കൂടെ കമ്പൈൻ സ്റ്റഡി ചെയ്ത് പഠിക്കുമ്പോൾ ഓരോരുത്തരുടെ പഠന രീതിയും അവരെങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉച്ചവരെ ക്ലാസ് ഉള്ളവരാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ കൂട്ടത്തോടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് തന്ന പോർഷൻസ് ആണെങ്കിൽ തന്നെ അത് നമുക്ക് പഠിക്കണ സമയത്ത് ഓരോരുത്തർ പറയും, ഏറ്റു പറയും. നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വായിക്കുകയാണെങ്കിൽ അത് ഏറ്റു പറയുമ്പോൾ ഒന്നും കൂടി നമുക്ക് തലയിൽ നിൽക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ പോയി വരണ്ട, അതായത് വീടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ദൂരം ഉണ്ടെങ്കിൽ പോയി വരണ പോവും. രാവിലെ നമ്മൾ
എല്ലാം റെഡിയായി ബസ്സിൽ പോയി ക്ലാസ് എത്തി, ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീടെത്തുമ്പോഴത്തേനും നമുക്ക് ട്രാവലിന്റെ ചെറിയ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ക്ഷീണവും കിടക്കും, ചിലപ്പോൾ അങ്ങനെ സമയം പോവുമായിരിക്കും. അതത്ര നെഗറ്റീവ് ഒന്നും പറയാനില്ല. പക്ഷെ നമുക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്ത് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. ഇപ്പോൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെയാണ് കാണുന്നത്. ഡെയിലി നമ്മൾ രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, വീണ്ടും പഠിക്കാതിരിക്കുന്നു, പിന്നെയും ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, പിന്നെ എണീക്കുന്നു. ഇതേ ഒരു സൈക്കിൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ പുറത്ത് വേറെ ആരും കാണുന്നില്ല. പഠിക്കുന്നവർ ഈ റൂമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഹാളിന്റെ ഉള്ളിൽ ഫുൾ ടൈം ഇതേ അവസ്ഥയായിരിക്കും. ഫോണ്, ലാപ്ടോപ്പ്, ക്ലാസ്, യൂട്യൂബ് ക്ലാസ് ഇതന്നെ ആയിരിക്കും. പക്ഷെ അതിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കോച്ചിങ്ങിന് പോയിട്ട് അവിടുത്തെ പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ലെവൽ മനസ്സിലാവും. അവരുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ലെവൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കോച്ചിങ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, എക്സാം ഉണ്ടാവുമല്ലോ അവിടുത്തെ, ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ ഒക്കെ എക്സാം നമ്മൾ എങ്ങനെയാണോ എക്സാം ഹാളിലെ എക്സാം എഴുതുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. അത് നമുക്ക് ഭയങ്കര, അതായത് എക്സാം നമുക്ക് കുറേ PSC എക്സാം നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് എക്സാം എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ ആയിരിക്കും നമ്മൾ കോച്ചിങ് സെന്ററിൽ ഉണ്ടാവും. ഒരു ബെഞ്ചിൽ 2 പേര് വെച്ചിട്ടായിരിക്കും. ഇന്ന ടൈം ഉണ്ടാവും, ഇത്ര ടൈം ഉണ്ടാവും, ഇത്ര കട്ട് ഓഫും ഉണ്ടാവും. ആ കട്ട് ഓഫ് കടന്നിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം വന്നിട്ട് എംബോസിഷൻ കാണിച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ സ്കിപ്പ് ചെയ്തത് എഴുതണം, തെറ്റിയത് എഴുതാം. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നത്. ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്, ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് കേട്ടോ ഇമ്പോസിഷൻ ഒക്കെ എഴുതാൻ. എന്താ പറയുക, നമ്മളിപ്പോഴും ചെറിയ പിള്ളേരെ പോലെയെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരുപാട് വട്ടം എഴുതിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ എക്സാമിനൊക്കെ എനിക്ക് 12 മാർക്ക് 14 മാർക്കൊക്കെ ആയിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരഞ്ഞ ദിവസങ്ങൾ വരെയുണ്ട്, അവിടെ പേടിച്ചിട്ട് പോവാണ്ടിരുന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യണത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീക്ക് ഏരിയാസ് ഫോക്കസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നതാണ് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടേതായ ടൈം ടേബിൾ ഇട്ടിട്ട് നമ്മുടേതായ സമയത്തിനനുസരിച്ച് നമുക്ക് ടൈം ടേബിൾ ഇട്ട് പഠിക്കാം. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ആദ്യം തന്നെ ഈ PSCക്ക് ഇരിക്കുന്ന ഒരു കാര്യം ചെയ്യണതാണ്, ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഒരു 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കും. പക്ഷെ പിറ്റേ ദിവസം അത് കുറഞ്ഞു വരും. 7 മണിക്കൂർ, പിന്നെ 5 മണിക്കൂറായി, പിന്നെ 2 മണിക്കൂറായി, പിന്നെ 1 മണിക്കൂറായി, പിന്നെ പഠിക്കാണ്ടാവും, ഗ്യാപ്പ് വരും, അങ്ങനെയൊക്കെ ആവും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ, ഒരു കടല് പോലെയാണ് PSC എന്ന് പറയുന്നത്. ബേസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെ. അല്ലാണ്ട് എനിക്ക് തെറ്റ് പറ്റിയ പോലെ ബേസ് അറിയാണ്ട് എവിടെന്നൊക്കെയോ എന്തൊക്കെയോ വായിച്ച് പഠിച്ചിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ മെല്ലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ദിവസം ഒരു 2 മണിക്കൂറൊക്കെ ഓക്കെ, 2 മണിക്കൂർ പഠിക്കുക. പഠിക്കണത് വൃത്തിക്ക് പഠിക്കുക. എത്ര ടൈം പഠിച്ചാലും ആ പഠിക്കണത് നമുക്ക് വൃത്തിക്ക് പറഞ്ഞാൽ അത്രയും വൃത്തിയായിട്ട് നമ്മൾ അവിടുന്ന് എന്ത് ചോദിച്ചാലും പറയും എന്നുള്ള രീതിക്ക് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഓഫ്ലൈൻ കോച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൃത്തിക്ക് പഠിക്കണത് പിറ്റേ ദിവസം അവിടെ പോയിട്ട് എക്സാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി മൈൻഡിൽ അത് ഫോക്കസ് ആയി നിൽക്കും. അതൊരു ഗുണമാണ് ഈ നമ്മുടെ ഈ ഓഫ്ലൈൻ കോച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നമ്മുടെ യൂട്യൂബ്, വിശാലമായ ഒരു ലോകം തന്നെയാണ് യൂട്യൂബിന്റെ. ആ ഒരു ലോകത്ത് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ സത്യമാണ് പറയണത്. നമുക്ക് യൂട്യൂബ് വെച്ചിട്ട് തന്നെ ജോലിക്ക് കയറാൻ പറ്റും. ഷുവർ ആണ്. ഇപ്പൊ സൈലം, എൻട്രി ഇതുപോലത്തെ ഒരുപാട് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട്, സോറി, യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർ ഒരുപാട് എന്താ പറയുക ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ട് പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു റാങ്കിലോട്ട് എത്താൻ പറ്റും. കാരണം അങ്ങനെ പഠിച്ച് റാങ്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികളുടെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്, അവരുടെ സക്സസ് സ്റ്റോറീസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ലക്ഷ്യാണെന്ന് വെച്ചാലും അങ്ങനത്തെ ഒരുപാട് ക്ലാസ്സുകൾ, അവരുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഞാൻ തന്നെ ഇപ്പൊ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓരോ ടോപ്പിക്കും ഓരോ ദിവസത്തെ, ഇപ്പോൾ ഹോട്ട് ടോപ്പിക് ആണെന്ന് നമ്മൾ ടൈം ടേബിളിൽ ഇപ്പോൾ ഹോട്ട് ടോപ്പിക് ഇടുന്നുണ്ട്. ആ ഹോട്ട് ടോപ്പിക്ക് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത്, യൂട്യൂബ് സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ PDF കിട്ടും, പൈസ പേ ഇല്ലാതെ തന്നെ കിട്ടുന്ന ടെലിഗ്രാം ചാനലുണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യണ PDF കാര്യങ്ങളും പഠിച്ചാൽ തന്നെ നമുക്ക് ജോലി കിട്ടും. ഒരു ഓഫ്ലൈൻ ക്ലാസ്സസ് നമുക്ക് ആവശ്യമില്ല, ഓൺലൈൻ ക്ലാസ് നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇറങ്ങിത്തിരിക്കില്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. അത് എന്റെയും പ്രശ്നമാണ്. നമ്മളിപ്പോ വീട്ടിലിരിക്കുകയാണെങ്കിൽ വേറെ ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു പോകും. അതായത് ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാലോ വീട്ടിൽ ആൾക്കാർ വന്നാലോ
നമ്മൾ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ കടയ്ക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ പോവും. പക്ഷെ ആ സമയം നമുക്ക് വേസ്റ്റ് ആണ്. അതല്ല, അത് കോച്ചിങ് സെന്ററിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് പഠിക്കണം. പിന്നെ വീട്ടിൽ വരുന്നു, വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വീണ്ടും പഠിക്കാതിരിക്കുന്നു. പക്ഷെ അത് യൂസ് ആണ്. പക്ഷെ ഒരു ബേസ് അറിഞ്ഞ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് എന്താണ് പി എസ് സി, അതാദ്യം മനസ്സിലാക്കണം. അതാദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെയും ഗൈഡൻസ് ഇല്ലാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഫ്രഷ് ആയിട്ട് പി എസ് സിക്ക് വരുന്ന ഒരാൾക്കാണെങ്കിൽ പി എസ് സി കോച്ചിങ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവർ വരാൻ പോകുന്ന പി എസ് സി നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, എങ്ങനെ പഠിക്കാം, എന്ത് പഠിക്കണം, അങ്ങനെയുള്ള രീതിയൊക്കെ അവർ പറഞ്ഞു തരും. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമുക്ക്. അതല്ല, അവർ പറഞ്ഞെന്നില്ലെങ്കിൽ കൂടി നമ്മൾ അവിടെ കുറെ ഫ്രണ്ട്സിനെ നമ്മൾ പരിചയപ്പെടുമല്ലോ. അപ്പൊ അവര് പറയും നീ ഇത് അയച്ചോ എന്ന് ചോദിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് അയക്കാൻ പറ്റുന്ന എക്സാംസിനെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ദോഷങ്ങൾ നോക്കിയിരുന്നിട്ട് നമ്മുടെ ടൈം കളയാന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ്ങിന് പറ്റും. കാരണം അവിടുത്തെ റാങ്ക് വാങ്ങിച്ച് പോയ ചേച്ചിമാരോ ഏട്ടന്മാരോ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ട് അവരുടെ അഡ്വൈസ് മെമ്മോ കാണിച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു നിമിഷം നമ്മൾ ആലോചിക്കും, നമ്മൾ ആ സ്ഥാനത്താണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിക്കും. ആ സമയത്ത് നമുക്ക് പഠിക്കാൻ തോന്നും. പക്ഷെ ആ സമയത്ത് മാത്രം നമുക്ക് പഠിക്കാൻ തോന്നിയാൽ പോരാ. ലൈഫ് ലോങ് നമുക്ക് ഇപ്പോൾ ജോലിക്ക് കയറിയാലും മേലോട്ട് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇരുന്ന് പഠിക്കണം, അല്ലേ? വെറുതെ ഒരു എക്സാം എഴുതിക്കാൻ കിട്ടൂല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പകുതി മുക്കാൽ ഭാഗം നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. അതിന് പി എസ് സി എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്. അതെന്താന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനും എളുപ്പമാണ്, റാങ്ക് മേടിക്കാനും എളുപ്പമാണ്, അല്ലേ? അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തത്. ഞാൻ ആദ്യം കോച്ചിങ്ങിന് പോയി, ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മടിയാണ് പഠിക്കാൻ. ഇപ്പോൾ ഡിഗ്രീൻ്റെ എക്സാം കഴിഞ്ഞ സമയത്ത് എനിക്ക് പി എസ് സി ഇട്ട് ഇരിക്കാൻ പറ്റണില്ല. അത്രയും മടി പറഞ്ഞാൽ അത്രയും മടി. ഇരുന്ന് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയൊക്കെയോ ആലോചിക്കുന്നു. അതുപോലെ ഫോണിന് അഡിക്ഷൻ കുറയ്ക്കാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോച്ചിങ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഫോൺ അഡിക്ഷൻ കൂടും. കാരണം നമ്മൾ എന്തുണ്ടെങ്കിലും പോയി തപ്പണത് ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ആയിരിക്കും. അപ്പോൾ വീണ്ടും വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ അത് നോക്കും, ഇല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നാൽ അത് നോക്കും. അപ്പോൾ ഇതിലും നല്ലത് വാട്സപ്പ് ഇൻസ്റ്റയൊക്കെ അങ്ങോട്ട് കളയുക, ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. വേണ്ട സമയത്ത് ജോലി കിട്ടിയിട്ടേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോണിന് അതൊക്കെ കളഞ്ഞിട്ട് ഫോൺ എന്തിനു ചെയ്യണം, ഫോൺ ചെയ്യേണ്ടത് യൂട്യൂബ് എടുക്കാൻ വേണ്ടി മാത്രം വെക്കുക, അല്ലെങ്കിൽ ടെലിഗ്രാം എടുക്കാൻ വേണ്ടി മാത്രം വെക്കുക. അപ്പോൾ ഫോൺ അഡിക്ഷനൊക്കെ കുറച്ച് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് ഇപ്പം ഇനി വരാൻ പോകുന്ന ASM എക്സാമോ അതുപോലെ തന്നെ 10th ലെവൽ എക്സാമോ ഒക്കെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം എല്ലാവരും പറയും എനിക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത്, പക്ഷെ ഞാനത് പറയില്ല. കാരണം ഈ ഇടയ്ക്ക് എനിക്ക് ഇൻസിഡന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു. പക്ഷെ സത്യമാണ്, എനിക്ക് കിട്ടണത് ഞാൻ പഠിച്ച് വ്യക്തമായിട്ട് എന്താ പറയുക, ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഓഫ്ലൈൻ ആണെച്ചാലും ഓൺലൈനിലാണെച്ചാലും നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ, നമ്മൾ പഠിച്ചാലാണ് നമുക്കും കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ ഇന്ന ദിവസം തൊട്ട് തന്നെ തുടങ്ങുക. ഇനി അധികം ദിവസങ്ങളില്ല എക്സാംസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃത്യമായ ഒരു സ്റ്റഡി ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.